കാര്യം എഴുതി വെച്ചിക്കണ് കാണുന്നുണ്ടാന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ചു തരാം. പരിഹാസ പാപം എന്ന് എഴുതി വെച്ചിക്കണ്. എന്താന്ന് കോണിക്കൂട് അങ്ങനെ കയറുള്ളത് അങ്ങനെ കയറിയിട്ടുണ്ട്. 2 റൂമുള്ളിട്ട വീടിന്. അതാ പറയാൻ പണ്ടത്തെ കൊട്ടാരാന്ന് പറയാൻ കാരണം കണ്ടില്ല. ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിങ്ങനെ കൗച്ച് വെച്ചു ചട്ടി. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ ദീപങ്ങൾ തെളിക്കാനുള്ള വഴിയുണ്ട്, വെക്കാനുള്ളതുണ്ട്, കത്തിക്കാനുള്ള. ബേക്കിൽ എന്തുകൊണ്ടല്ല, ബേക്കിൽ ഒരു 2 കല്ല് വെച്ചിക്കണ്. കല്ലല്ല, ഒരു കല്ല് വെച്ചിക്കണ്. 75 വർഷം പഴക്കമുള്ളൊരു കൊട്ടാരം. അന്ന് കൊട്ടാരം തന്നെ പറയാം, കാരണം ഇത്രയും പവറിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. 2 റൂമുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ കാണിച്ചു തരാം. ഇതിന് ചരിത്രം കറക്റ്റ് ഹിസ്റ്ററി കാരണം ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടുകൊണ്ട്. ഞാൻ യാത്രാ മധ്യയിൽ ഞങ്ങൾ രണ്ടാളും ജസ്റ്റ് ഒരു വഴി കണ്ട് ടേൺ എടുത്ത ടൈം കണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കൊട്ടാരം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അത്ര റിച്ച് ആയിട്ടാണ് ഇതിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ക്വാളിറ്റി. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഫുൾ വ്യൂ. പിന്നെ ഇത് മാത്രമല്ല, ഇതിന് ചേർന്നിട്ടൊരു അമ്പലമുണ്ട്, പഴയ ഒരു അമ്പലം. അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് വെൽക്കം. മരങ്ങൾ തമ്മിൽ ലോക്ക് ചെയ്ത് നിർത്തുന്ന പരിപാടി പണ്ടത്തെ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയില്ല എനിക്ക് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും. പക്ഷേ ഞാൻ ഇപ്പോഴത്തെ ഒക്കെ ആനിമലാണ് നിൽക്കുന്നത് കണ്ടിട്ടുള്ളത് ഫുള്ളായിട്ട്. പക്ഷേ പണ്ടത്തെ അധിക സംഭവങ്ങളും ഇതേപോലെ ലോക്ക് ചെയ്ത് വെക്കുന്ന സംഭവം ഉണ്ടായാൽ. ഇതിൻ്റെ മുകളിൽ കണ്ട ഒരു കാര്യം എഴുതി വെച്ചിക്കണ് കാണുന്നുണ്ടാന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ചു തരാം. പരിഹാസ പാപം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല, അതിൻ്റെ കമൻ്റ് ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അതുപോലെ മുകളിൽ എനിക്ക് തോന്നുന്നു ഒരു റൂമേ ഉള്ളൂ തോന്നുന്നു. അതിൻ്റെ ഒരു ബാൽക്കണി സംഭവങ്ങളാണ്. ഒരു റൂം ഉണ്ടാവും, അതിൻ്റെ ബാൽക്കണിയാണ് അതുള്ളത്. പിന്നെ ഫ്രണ്ടിക്ക് ഡോറ് ലോക്കാണ്. ഫ്രണ്ട് ഡോറ് ലോക്കാണ്, ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല. പണ്ടത്തെ ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടി എടുത്ത് പോയി കാണിച്ചു തരാം. കണ്ടാ, പണ്ടത്തെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. പത്തായൊക്കെ പൂട്ട് പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തിരിക്കണമെങ്കിൽ അറിയാം. പിന്നെ ഇതിന് ഇന്നെ എഴുതിക്കണേ 1940 ചിന്ത ചെടി എടുപ്പിച്ചത്. എന്താണെന്നറിയില്ല അതിൻ്റെ അർത്ഥം. 1952 KMG. ഏകദേശം 75 വർഷം അപ്രോക്സിമറ്റ്ലി വർക്ക് പഴയതാണ്. ഇവിടെ എന്തോ ഒരു സംഭവമാണ് നിർമ്മിതി ഉണ്ടായിരുന്നു, അത് വീണ് പോയിക്കണ്. ലോക്കാണ്, ഇതും വെൽ ലോക്കഡാണ്. ഒന്നും എന്തായാലും തുറക്കാൻ പറ്റില്ല കേട്ടോ. ഇത് കുറച്ച് ഓപ്പണാണല്ല. അല്ല അപ്പുറത്ത് ഓപ്പണാണ്. ഇല്ല കാരന്മാരെങ്കിലും ഉള്ളിൽ പ്രേതോ ഇതിനുള്ളിൽ ഇതിട്ടാ കാഴ്ചകളാ. ഒരു പത്തായം ഉണ്ട്, നിങ്ങൾ കാണുമെന്ന് അറിയില്ല. ഒരു പത്തായം അതന്നെ ഉള്ളൂ. ശരിക്കും പറഞ്ഞ റൂമുള്ള കട്ടിലാവുന്നില്ല. ഈ കട്ടിലാണ് വലിയൊരു കട്ടിലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നിലക്ക് അത്യാവശ്യം ഇത് ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. നിലക്ക് അത്യാവശ്യം ഡാമേജ് ഉണ്ട്. പിന്നെ അതാ കോണിക്കൂട്, അതാ സൈഡിൽ കോണിക്കൂടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മച്ചി. എന്താ പവർ എന്ന് പറയാം. മേലൊക്കെ നോക്കാം. കൂടുതൽ കാണിച്ച് ഫോൺ പോയാൽ പണി പാടും. ഒരു ചെറിയ ഗ്യാപ്പുണ്ട്, ഇതിനൊക്കെ ഫോൺ വീണാൽ പിന്നെ കിട്ടൂല. ഈ സൈഡത്തെ വ്യൂ കൂടെ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇതാ അടിപൊളിയാണ് സംഭവം ഉണ്ടാക്കി വെച്ച്. പണ്ടത്തെ കൊട്ടാരം തന്നെ പറയാം. ഒരു 2 റൂമേ ഉള്ളൂ ഇട്ടതിന്, അധികം റൂമും കാര്യങ്ങളൊന്നുമില്ല. ഒരു മഞ്ചതാ ഇവിടെ ഉണ്ട് പണ്ടത്തെ. അതുപോലെ നോക്കാനുള്ളൊരു വ്യൂ അവിടെ ഉണ്ട്. പണ്ടത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്നത്. എൻ്റെ വീട് തറവാടുണ്ടായതെന്ന് പറയാൻ കാരണം ഇവിടെ ഇതാ ഈ മേൽക്കൂരൊക്കെ കണ്ടില്ലേ, സ്ക്വയർ അടിപൊളിയാണ്. പിന്നെ ഈ സൈഡ് ബാക്കത്തെ കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ബാക്കിൽ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടാ കോണിക്കൂട് അങ്ങനെ കയറുള്ളത് അങ്ങനെ കയറിയിട്ടുണ്ട്. 2 റൂമുള്ളിട്ട വീടിന്. അതാ പറയാൻ പണ്ടത്തെ കൊട്ടാരാന്ന് പറയാൻ കാരണം കണ്ടില്ല. ഈ സൈഡിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചുമരൊക്കെ അവിടെ തന്നെ ഉണ്ട്. പണ്ടത്തെ കട്ട കാര്യങ്ങളൊക്കെ അതാ പണിത് ചെയ്ത് വെച്ചത്. ഇതാണ് ആ വീടിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ. നമ്മൾ അമ്പലത്തിൽ നിന്ന് ആണ് പോണ വഴിയാണിത്. സൈഡിൽ നിന്നുള്ള വ്യൂ. കട്ടൊക്കെ കണ്ടില്ലേ, അന്ത പഴയ കട്ടയാണ്. ഓട് മാത്രം പൊട്ടിക്കണത്. അത് എങ്ങനെയെന്ന് അറിയില്ല. കൗക്കോലുള്ളിൽ കുറച്ച് വന്നിക്കണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താ അറിയോ, ഒറ്റ മരം പോലും ചെതൽ തിന്നിട്ടില്ല എന്നുള്ളതാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ക്വാളിറ്റി അടിച്ച് പൊറിച്ച് ആന ഒന്ന് കുത്തിയാൽ പോലും പോകില്ല. അമ്മാരി പവറിലാണ്. ഒരു ആണി പോലും ഇതിമ്മ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. സംബന്ധിച്ച പണ്ടത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ലോക്ക് ചെയ്യുന്നതാണ്. ആ പണ്ടത്തെ ഒരു വഴിയില്ലേ, ഫുള്ള് മരമാണ് മെയിനായിട്ടുള്ളത്. മുകളിൽ കൊടുത്ത് നമ്മൾ ടൈലിടുന്ന പോലെ കല്ലേറ്റ് വെച്ചിരുന്നു. തൂണൊന്നും ഒരു കേടും വന്നിട്ടില്ല കേട്ടോ. അതിനുണ്ടോക്കാം ഇവിടെ ഉള്ള ഇത് ഷീറ്റ് ഉരുക്കി തകരത്തിൻ്റെ ഷീറ്റ് ഉരുക്കിയിട്ടും ഒരു മരം പോലും ഡാമേജ് വന്നിട്ടില്ല എന്നുള്ളതാണ് പണ്ടത്തെ നിർമ്മിതിൻ്റെ ഒരു ഗുണം. ഇതാണ് ആ അമ്പലം. ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാട്ടിൻ്റെ ഉള്ളിൽ അമ്പലം കേട്ടോ. ഇതിനെപ്പറ്റി അറിഞ്ഞ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുകൊണ്ട്. എനിക്കിതിൻ്റെ കറക്റ്റ് ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് യാത്ര ചെയ്ത് പോണ ടൈമിൽ കണ്ടതാണ്. അതിൽ ചുറ്റുപോറും സ്ക്വയറിലാണുള്ളത്. പിന്നെ ഉള്ളതെന്താ വെച്ചാൽ ഒരു
ശ്രീകോവിൽ തുറന്നാലാണ് ശ്രീകോവിൽ ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു കറക്റ്റ് അമ്പലത്തിൻ്റെ ഡീറ്റെയിൽസ് കാറില്ല. പക്ഷേ എന്നാലും നമ്മൾ കുറേ വീഡിയോസ് കാണുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. ഇവിടെ ഒരു തറ ഉണ്ട്, ഇത് എന്തിനാന്നറിയില്ല. ഇവിടെ ഒരു ദീപമുണ്ട്, പിന്നെ ഇതിൽ കൂടെയാണ് ഉള്ളിൽ കയറൽ. ഇവിടെ ഒരു ദീപമുണ്ട്, ഇവിടെ അതങ്ങനെ കൗച്ച് വെച്ചു ചട്ടി, അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ ദീപങ്ങൾ തെളിക്കാനുള്ള വഴിയുണ്ട്, വെക്കാനുള്ളതുണ്ട്, കത്തിക്കാനുള്ള. ഉത്സവം സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ആവും. പിന്നെ ഇവിടെ ഉത്സവമാണെന്ന് അപ്പുറത്ത് കുറച്ച് അപ്പുറത്ത് 5 കിലോമീറ്റർ അപ്പുറത്ത് സൗണ്ട് കേൾക്കണ്ടോ നമുക്ക്. അതുകൊണ്ട് ഇവിടെയുള്ള ആരുമില്ല, പ്രത്യേകിച്ച് ഇത് ആരും ഇല്ലാത്തൊരു ഏരിയയാണ്. പിന്നെ ഇതാ തുളസിത്തറയും തോന്നുന്നത് തകർക്കപ്പെട്ടിട്ടുണ്ട്, തകർന്നതാണ് കാലം കൊണ്ട്. ഒരു കാട് പിടിച്ച ഏരിയ കേട്ടോ. ഏകദേശം 75 വർഷം പഴക്കമുള്ളൊരു ഏരിയ നമ്മൾ വന്ന് നിൽക്കണത്. 75 വർഷം പഴക്കമുള്ള ഒരു അമ്പലം, 75-നെക്കാട്ടും മുകളിൽ പഴക്കമുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുകൊണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ നമുക്ക് ഒന്നുകൂടി ഇത് കാണുന്ന ആൾക്കാരൊക്കെ ഇതിന് കറക്റ്റ് വാല്യൂ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. ബാക്കിൽ കണ്ടില്ല അമ്പലം, നമ്മൾ വീടിൻ്റെ അതേ പഴക്കാണ് കണ്ടിട്ട് തോന്നിയത്. കണ്ട ഈ വഴിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ ഒന്നും ആരുമില്ല. ഈ പൂജാരിക്ക് നിൽക്കാനുള്ള വഴിയാവും മിക്കവാറും ഇത് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ അതിലൊന്നും ആരും. ഇതിന് ബാക്കിൽ എന്തുകൊണ്ടല്ല, ബാക്കിൽ ഒരു 2 കല്ല് വെച്ചിക്കണ്, കല്ലല്ല ഒരു കല്ല് വെച്ചിക്കണ്. ശരിക്കും ചിലപ്പോൾ ചരിത്രപരമായിട്ട് കുറേ വാല്യൊക്കെ ഉള്ള സ്ഥലങ്ങളാവും. ഐ ഡോണ്ട് നോ എന്താണെന്നുള്ളത്. ഒരു കല്ലുണ്ട്, എന്താണെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ ഇതിപ്പോൾ സംബന്ധിച്ചിട്ടുള്ള ഇതുണ്ടാവും. ഇതിന് മുന്നേ ഒരു ഗുഹൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ, ഒരാൾ കമൻറ്റ് ഇട്ട് PM വന്നീന് അറിയാമെന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് പറഞ്ഞു. അതേപോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത് കേട്ടോ.